ചേതന FM 90.8 ഫേസ് ടു ഫേസ്. തയ്യാറാക്കിയത് RJ മുംതാസ്. ടെക്നിക്കൽ സപ്പോർട്ട് അജയ് ഷാജി. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചേതന FM 90.8 ഇന്നത്തെ ഫേസ് ടു ഫേസിന്റെ മനോഹരമായൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജോലി എന്താ എന്ന് ചോദിച്ചാൽ അധ്യാപനമെന്ന് ധൈര്യമായി പറയാൻ കഴിയും. എന്നാൽ തന്റെ കുട്ടികൾക്കൊപ്പം ജീവിച്ച് അതിലൂടെ അവരിൽ ഒരാളായി മാറി സമൂഹത്തിന്റെ മാറ്റത്തിന്റെ വലിയൊരു കാരണക്കാരനായ വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഫേസ് ടു ഫേസിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. സാധാരണ അധ്യാപകരിലുപരി പാഠപുസ്തകങ്ങളിലൂടെയുള്ള കഥകൾ തൊട്ടറിഞ്ഞ് അനുഭവിച്ച് കുട്ടികളിലേക്ക് അവരുടെ ചിന്തയുടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അധ്യാപകൻ ജി കൃഷ്ണകുമാർ സാർ. ഒരുപക്ഷെ നമുക്ക് അഭിമാന പുരസ്സരം പറയാം, അദ്ദേഹം നമ്മുടെ സ്വന്തം കായംകുളത്തുകാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. സോ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ അധ്യാപകനായി ജോലി കിട്ടുന്നത് 1999 ഇടുക്കി ജില്ലയിലെ ഏറ്റവും റിമോട്ടായിട്ടുള്ള ഏരിയ, ട്രൈബലുമാണ്, എടമലക്കുടി എന്ന് പറയും. ഇപ്പോൾ അത് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്താണ്. അവിടെയാണ് എനിക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. അത് ഏത് വയസ്സിലായിരുന്നു സർ? എൻ്റെ 29ാം വയസ്സിൽ. ഓക്കെ. ശരിക്കും ഞാനത് അതിലോട്ട് ഞാൻ വരികയായിരുന്നു. കാരണം സാറിൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ ഇന്ന് നമുക്കൊരു പക്ഷേ സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാം ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് അറിയാം. ഒരുപക്ഷെ ആദിവാസി സമൂഹം മാത്രമുള്ള സാധാരണ കുട്ടികളിൽ ഉപരി അവരെ നമുക്ക് ക്ലാസ്സിൽ അടക്കി ഇരുത്തുക അല്ലെങ്കിൽ അവരിലേക്ക് ഒരു അക്ഷരം എത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. സാറിൻ്റെ ആ ഒരു ഫസ്റ്റ് പോസ്റ്റിംഗ് തന്നെ അവിടെ ആയപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിശാലമായ ക്ലാസ് റൂം, നന്നായി പഠിക്കുന്ന ആ ഒരു സെറ്റ് കുഞ്ഞുങ്ങൾ എന്നൊക്കെ ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അപ്പം അവിടെ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ലുങ്കി ഉടുത്ത് കൈലി ഉടുത്ത് ക്ലാസ്സിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ, കയ്യിൽ കത്തിയും കത്താളും ഒക്കെ അവർ വനപ്രദേശങ്ങളിലേക്ക് പണിക്ക് കൂടി പോകാൻ സജ്ജരായി വരുന്ന കുട്ടികളാണ്. അല്പം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഫോറസ്റ്റ് പ്രദേശങ്ങളിലേക്ക് പണിക്കായിട്ട് ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടികൾ, അവരെയാണ് ക്ലാസ്സിൽ കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അതിൽ നിന്ന് എന്ത് മാറാനിരിക്കുന്നു എന്നൊരു ധാരണയുണ്ടായി. പയ്യെ അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ മാറ്റി അവരോടൊപ്പം അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറി അവരോടൊപ്പം എങ്ങനെ ചെല്ലുക, അങ്ങനെ ചെന്നിട്ടാണ് അവരെ ക്ലാസ്സിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഓരോ ആഴ്ചകളിൽ കൊണ്ടുവരും. ശരിക്കും നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലായി കാണും, സാധാരണ അധ്യാപകനല്ല നമ്മുടെ കൂടെയുള്ളത്. തൻ്റെ പോസ്റ്റിംഗ് മുഴുവൻ ഏകദേശം തൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലെ ആ ഒരു ചെറിയ സമയം ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൂടുതലും സാറിനെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതുപോലെ കുറച്ച് റിസ്കി അല്ലെങ്കിൽ ട്രൈബൽസിൻ്റെ ഏരിയയിലോ അല്ലേ, കുറച്ച് അങ്ങനെയുള്ള ജനവിഭാഗത്തിനൊപ്പമാണ്. അതിനൊരു അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഒരുപക്ഷെ ഞാനൊക്കെ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് പത്രവാർത്തകളിലൂടെയൊക്കെ. ഇത്രയേറെ ഒത്തിരി നടന്ന് 10-5 കിലോമീറ്ററുകൾ നടന്നാണ് തൻ്റെ ലൈഫ് ആ ഒരു ദിവസത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങൾ കുറേ നമുക്ക് കേൾക്കാം. സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ട്രൈബൽസിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു അധ്യാപകനായി നിൽക്കുമ്പോൾ ഒരു എന്ന് വെച്ചാൽ കുട്ടികൾ പണിക്കും കൂടി പോകാനായിട്ടായിരിക്കും ക്ലാസ് റൂമിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പണി സാധനങ്ങളും പണി ആയുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ശരിക്കും ഫസ്റ്റ് സാർ എങ്ങനെയായിരുന്നു അതിനെ ഹാൻഡിൽ ചെയ്തത്? ആദ്യം അവർ ഈ ഉപകരണവുമായിട്ട് ക്ലാസ്സിലേക്ക് കയറുന്ന പ്രവണതയുണ്ടായിരുന്നു. പിന്നീട് അവർ ഉപകരണങ്ങളൊക്കെ വരാന്തയിൽ വെപ്പിച്ചിട്ട് പയ്യെ ക്ലാസ് റൂമിലേക്ക് കയറുന്ന അവസ്ഥയുണ്ടായി. അവർ 11:30 ആകുമ്പോഴേ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുന്ന രീതി ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഉച്ചവരെ ആക്കി. ഉച്ചയ്ക്ക് ശേഷം അവരെ വിടാൻ തുടങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഒരു കണ്ടീഷനും കൂടി വെച്ച് ഞാൻ കൂടി അവരോടൊപ്പം ചെല്ലും. അപ്പോൾ അങ്ങനെ ഞാൻ കൂടി ചെല്ലാൻ തുടങ്ങി. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളത് തെറ്റാല് പിന്നെ ചൂണ്ട ഒക്കെ ഉണ്ടാവും. അപ്പം ഞാനും കുറച്ച് ചൂണ്ടയും തെറ്റാലും ഒക്കെ ഉണ്ടാക്കി അവരോടൊപ്പം കാടുകളിലൂടെ ഇങ്ങനെ നടന്ന് അവരോടൊപ്പം മീൻ പിടിക്കാനും തെറ്റാലും ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പോകും. അപ്പോൾ തന്നെ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. ഒരു സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും പിന്നീട് അവർക്ക് അതിലൂടെ ക്ലാസ്സിലൊന്ന് ഇരിക്കാനായിട്ടുള്ള ഒരു സന്തോഷമായി തുടങ്ങി. അതെ, ഒരുപക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞാലും ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങളുടെ കൂടെ വരും, ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു ഭയങ്കര വിശ്വാസം. സാർ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മുടെ ഒരുപക്ഷെ കുറച്ച് പുരോഗമനപരമായി നമ്മുടെ സിറ്റി ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഒരുപക്ഷെ കാട്ടിനുള്ളിലെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അവരിൽ കണ്ടൊരു പ്രത്യേകത എന്താണ്? അവരിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം തന്നെയാണ്.
ഏറ്റവും അടിസ്ഥാനപരമായി പിന്നെ അളവറ്റ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം പിന്നെ പകർന്നു നൽകാൻ കഴിവുള്ള ഒരു വലിയ സമൂഹമാണ് നമ്മുടെ ആദിവാസി എന്ന് പേരിട്ട് വിളിക്കുന്ന നല്ല മനുഷ്യർ. അങ്ങനെയാണ് പറയേണ്ടത് അവരെ കുറിച്ച്. സന്ധ്യാസമയങ്ങളിൽ അവരുടെ ഓരോ കുടികളിലും സന്ദർശിക്കാൻ ഞാൻ ഇറങ്ങുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഫലങ്ങൾ, നമുക്കിഷ്ടപ്പെട്ട തരത്തിലുള്ള പാനീയങ്ങൾ, പിന്നെ ചുക്ക് കാപ്പി അതുപോലെയുള്ള കാട്ടിലെ കാര്യങ്ങളൊക്കെ കോർത്തിണക്കുന്നുണ്ട്. അതെല്ലാം അവർക്ക് പ്രദാനം ചെയ്യും നമുക്ക്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ സ്നേഹമാണ്. അപ്പോൾ അതാണ് ഞാൻ അവരിൽ ആദ്യമായി ദർശിക്കുന്നത്. ഭയമുണ്ട്. അന്നും പിന്നെ സമൂഹത്തിലെ നന്നായി ഡ്രസ്സ് ചെയ്തവരെയൊക്കെ കാണുന്നത് തന്നെ അവർക്ക് വലിയ പേടിയായിരുന്നു. ഒറ്റയടി പാതയാണ് സ്കൂളിലേക്ക്. കിലോമീറ്ററോളം നീളമുള്ള ഒറ്റയടി പാതകളിലൂടെ പരിഷ്കൃതർ എന്ന് ധരിക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ നടന്നു വന്നാൽ തീർച്ചയായിട്ടും ആ ഒറ്റയടി പാതയിൽ നിന്ന് അരികിലുള്ള പുൽമേടയിലേക്കോ കാട്ടിനുള്ളിലേക്കോ അവർ ഒളിഞ്ഞിരിക്കും. പിന്നെ ഈ സമൂഹം മൊത്തം വരിയായി നടന്നു നീങ്ങിയതിന് ശേഷമേ അവരങ്ങോട്ട് ഇറങ്ങി വരുവായിരുന്നു. അത്തരത്തിൽ അതാണ് അവരുടെ. ഒരുപക്ഷെ അവർക്ക് മുൻകാലങ്ങളിലുണ്ടായ എന്തെങ്കിലും ഭയമാകാം, അല്ലെങ്കിൽ അല്ലേ സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടായ എന്തെങ്കിലും ഒരു തിക്താനുഭവം കൊണ്ട് തന്നെയായിരിക്കും അവർ അങ്ങനെ ഒരു പേടിയിലേക്ക് മാറി നിൽക്കും. തീർച്ചയായിട്ടും സാർ. അപ്പം നമുക്ക് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ ഇലക്ഷൻ ഡ്യൂട്ടി സമയത്ത് ഇത്ര കിലോമീറ്റർ നടന്ന് അധ്യാപകർ അവിടെ ഇന്ന സ്കൂളിലെത്തി, അപ്പോൾ അവരുടെ ജോലികളിൽ വ്യാപൃതരായി അവരെ കൊണ്ട് വോട്ടെടുപ്പിക്കാൻ നോക്കി, വോട്ട് ചെയ്യിക്കാൻ നോക്കി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സാർ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടിയെ, നോർമൽ ഒരു കുട്ടി എന്നതിലുപരി ഒരു കുട്ടിയെ ഒരക്ഷരം പഠിപ്പിച്ച് അവനെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പിച്ച വെപ്പിക്കാൻ സാറിന് എന്തുമാത്രം എഫേർട്ട് എടുക്കേണ്ടി വന്നു, എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വന്നു? എനിക്ക് അത്തരം കാര്യങ്ങളിൽ വലിയൊരു റിസ്ക് ഉണ്ടായിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഇവർ പ്രൈമറി ക്ലാസ്സിലും അപ്പർ പ്രൈമറി ക്ലാസ്സിലുമാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കളെ സംബന്ധിച്ചും നല്ല അഭ്യസ്ത വിദ്യരായിട്ടുള്ള രക്ഷിതാക്കളാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പഠിച്ച കാലയളവ് പോലെ സ്കൂളിൽ വന്നിട്ട് 1ാം ക്ലാസ്സിൽ വന്നിട്ട് അക്ഷരം പഠിക്കൽ പ്രക്രിയ ഇന്നില്ല. വളരെ മുൻകൂട്ടി നല്ല ധാരണയോടെ അക്ഷരങ്ങൾ പരമാവധി പഠിച്ചിട്ടൊക്കെയാണ് ബേസ് നന്നായിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ള തന്നെ വരുന്നവരുണ്ട്. കുറച്ച് കുഞ്ഞുങ്ങളേ ഉള്ളൂ അങ്ങനെയൊക്കെ. അവരുടെ കൂടെ നിന്ന് അവരോടൊപ്പം ചെറുപദങ്ങളിലൂടെ, പരിചിതമായ പദങ്ങളിലൂടെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൃത്യമായി വരാൻ പറ്റുന്നുണ്ട്. ഒരു റിസ്ക്കും ഉണ്ടായിട്ടില്ല. സാർ, അപ്പം മറ്റൊരു കാര്യം ചെയ്യട്ടെ, ഇവർ ഈ അക്ഷരം പഠിച്ചിട്ട് അവരിലൂടെ ഈ അക്ഷരങ്ങൾ ഒരുപക്ഷെ അവരുടെ അമ്മയിലോ അല്ലെങ്കിൽ അച്ഛനിലോ അവരുടെ ഫാമിലിയിലേക്കോ അങ്ങനെയൊക്കെ പകർന്നു കൊടുക്കുന്ന ഒരു കാഴ്ച എന്തെങ്കിലും സാറിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ചെറിയ ചെറിയ കഥാപുസ്തകങ്ങളൊക്കെ കളക്ട് ചെയ്ത് അമ്മമാരുടെ മുൻപിലിരുന്നു. ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇത്രയും IT മേഖലയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ, ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ അമ്മയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞ് കഥ കേട്ട് അമ്മ ലയിച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നിരന്തരം കാണാവുന്നതാണ്. വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ സാറ് പറഞ്ഞായിരുന്നല്ലേ, സാറിൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അക്ഷരങ്ങൾ കൂട്ടി എഴുതി വീടിൻ്റെ ഫ്രണ്ടിൽ അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് അവരത്രമാത്രം അത് ഭയങ്കര എന്താ പറയുക ഒരു വലിയൊരു സംഭവമായിട്ട് സാറിൻ്റെ ഒരു അനുഭവത്തിലൂടെ സാറൊന്ന് പറഞ്ഞായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഈ ആദിവാസി മേഖല എന്ന് പറയുന്ന പ്രദേശത്ത് അവർ ഒരു വിഭാഗത്തെ നിലനിർത്താൻ വേണ്ടി വിദ്യാലയത്തിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയോ ഒരു കാര്യത്തിന് സ്കൂൾ വരെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വിദ്യാലയത്തിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ടോ എന്ന് മാത്രം വരുത്തി അവിടങ്ങളിൽ നിന്ന് കാട്ടിലെ പണിക്കും അവരുടെ മേഖലയിലേക്കും തിരിച്ചു പോകലാണ്. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം മാത്രമാണ് അവർക്ക് ബാക്കി പത്രം. ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ബാക്കി പത്രം ഉച്ചയ്ക്ക് കിട്ടുന്ന ഭക്ഷണം മാത്രമാണ്, അതല്ലാതെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് അക്ഷരം കയ്യിൽ കിട്ടിയപ്പോഴുള്ള സന്തോഷം, വാക്കുകൾ കയ്യിൽ കിട്ടിയപ്പോഴുള്ള സന്തോഷം, തൻ്റെ കുടിയുടെ പേരൊന്ന് എഴുതാൻ കഴിഞ്ഞ സന്തോഷം, തൻ്റെ പിതാവിൻ്റെ പേരെഴുതാൻ കിട്ടിയ സന്തോഷം, തൻ്റെ കുടുംബാംഗങ്ങളുടെ പേര് ക്രമത്തിൽ എഴുതാൻ കിട്ടുന്ന അവസരം, അതിനെയൊക്കെ അവർ വലിയ സ്വർഗം പോലെയാണ് കണ്ടത്. ആ പേരുകളൊക്കെ അവർ വലിപ്പത്തിൽ ചെളി തേച്ച തൻ്റെ ചെറിയ കുടിലിൻ്റെ മുൻപിൽ പരതി വെക്കുമായിരുന്നു.
എഴുതി ഇങ്ങനെ വെക്കും. തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എന്നെ വിളിച്ചുകൊണ്ട് കാണിക്കാൻ പോകും. കാണിച്ചിട്ട് അവരതിൻ്റെ മുൻപിൽ നിന്ന് നൃത്തമൊക്കെ ചെയ്യുന്ന കാഴ്ച എൻ്റെ മനസ്സിലോർക്കും. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണും ഈ പറഞ്ഞ പോലെ ക്യാമറയും അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ ഇത്ര ആക്റ്റീവായി. ഒരുപക്ഷെ അന്ന് ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ സാറിൻ്റെ മനസ്സിലും സാറിൻ്റെ കണ്ണിലൂടെ ഒപ്പിയെടുക്കാൻ ആ ഒരു കാഴ്ച കഴിഞ്ഞല്ലേ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല HD ക്വാളിറ്റിയിൽ സാറിൻ്റെ മനസ്സിൽ ആ ഓർമ്മകളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഉറപ്പായിട്ട് ഒരു അധ്യാപകന് തൻ്റെ അധ്യാപന ജീവിതത്തിൽ ഒരുപക്ഷെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ ഉപരി ഇതുപോലെ ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു അത്രയേറെ റെസ്പോൺസ് അത്രയേറെ സന്തോഷം തരുന്ന കാര്യമായിരിക്കും. സർ, ഇപ്പം കുട്ടികളെ നമുക്ക് ഇന്നറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സാങ്കേതികത്വം വളർന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കുട്ടികളെ കൊണ്ടുപോയി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കമ്പ്യൂട്ടർ എന്നത് പറയുന്നതിലുപരി അത് തൊട്ട് മുന്നിൽ കൊണ്ടുവന്ന് കാഴ്ചകളിലൂടെ കാണിച്ച് പഠിപ്പിക്കുന്ന ഒരു പഠന രീതിയുണ്ട്. ഒരുപക്ഷെ സാറിൻ്റെ അനുഭവങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ സാറിനും കുട്ടികൾക്കുമിടയിൽ അങ്ങനെ ഒരു അനുഭവം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ വിവരസാങ്കേതിക വിദ്യ ഇത്രയും വികസിതമായ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ പകൽ മുഴുവൻ എവിടെയാണെന്നുള്ളതിൻ്റെ ഉത്തരം ഒരിക്കലും രക്ഷിതാക്കളല്ല. പകൽ മുഴുവൻ അവരോടൊപ്പം ഉള്ളത് അധ്യാപകർ തന്നെയാണ്. കുട്ടികളുടെ ഭൂരിഭാഗ പകൽ സമയവും അധ്യാപകരോടൊപ്പം തന്നെയാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ചിന്തകളിൽ, അവൻ്റെ ആശയങ്ങളിൽ, അവൻ്റെ പ്രവൃത്തികളിലൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് അധ്യാപകർ. അത്തരത്തിൽ വളരെ വേറിട്ട ചിന്തയിൽ കുഞ്ഞുങ്ങളെ പിന്നെ ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഒത്തിരി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞായിരുന്നു നേരത്തെ, കാരണം നമ്മൾ ഒരു കാഷ്വൽ ടോക്കിനിടയിൽ സാർ എന്നോട് ഓർമ്മിപ്പിച്ചൊരു വലിയ കാര്യമുണ്ട്. അതായത് ആരൊക്കെ വള്ളംകളി കണ്ടിട്ടുണ്ട് എന്ന് സാർ ചോദിച്ചപ്പോൾ ആ നിമിഷം അടുത്ത നിമിഷം തന്നെ കുട്ടികളെ വള്ളംകളിയിലേക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓർമ്മയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് സാറിൻ്റെ യാത്ര? അത് പിന്നെ വിദ്യാലയം ആയാലും ഏത് പ്രദേശമായാലും ഒരു അധ്യാപകൻ എന്നുള്ള തരത്തിൽ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പിന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിലേക്ക് വരുത്തണം എന്ന് ആഗ്രഹമുള്ള ഒരു അധ്യാപകനാണ് ഞാൻ. അത്തരത്തിൽ വരുമ്പോൾ കുട്ടികൾ കൊയ്ത്തുപാടങ്ങളിലേക്ക് പോകുന്നതും പിന്നെ വള്ളംകളി കാണാൻ പോകുന്നതും ഒക്കെ നമ്മളുടെ വള്ളംകളി കാണലല്ല കുട്ടിയുടെ വള്ളംകളി കാണൽ. നമ്മളുടെ കൊയ്ത്തുപാടമല്ല കുട്ടിയുടെ മനസ്സിലുള്ള കൊയ്ത്തുപാടം. അപ്പം നമ്മളുടെയൊക്കെ വളരെ വളരെ ഉയരത്തിലുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. പാടത്തേക്ക് കൊയ്ത്തുപാടം കാണാൻ കൊയ്ത്തുപാടത്തേക്ക് പോകുമ്പോൾ ആ കൊയ്ത്തുകാരോട് സംസാരിക്കുകയും കൊയ്ത്തുകാർക്ക് കൊയ്ത്തുരുവാൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നലത്തേതുപോലെ ഓർക്കുകയാണ്. കൊയ്ത്തുപാട്ടുകൾ അവർക്ക് വേണ്ടി പാടിക്കൊടുക്കുകയാണ്, പഠിച്ചു പാടിക്കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വള്ളംകളി കാണാൻ ആദ്യമായി വള്ളംകളി കാണുന്ന കുട്ടികൾ, ഏവൂർ സംക്രമ വള്ളംകളി എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര പശ്ചാത്തലം ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങാണെങ്കിലും വള്ളംകളി എന്ന് പറയുന്നത് ഒരു ജൈവിക പരിസരത്തിലൂടെ പോകുന്ന ഒരു കളിയെ അവർ നേരിട്ട് ആസ്വദിച്ചറിയുമ്പോൾ അവിടെ വരുന്ന വള്ളപ്പാട്ടുകാരനെ ആദരിക്കാനും ഒക്കെ കുട്ടി തന്നെ നേരിട്ട് ആദരിക്കാനും ഒക്കെ കാണിക്കുന്ന ഒരു പ്രത്യേകത ഒരു നാടാകെ ശ്രദ്ധിക്കുന്നു. ഒരുപക്ഷെ വള്ളംകളിയിൽ ഒരു വിദ്യാലയത്തിലെ ആകെ കുട്ടികൾ അന്ന് ആദ്യമായിരുന്നു. പത്തിയൂർ ഗവൺമെൻറ് SKVLP എന്ന് പറയുന്ന വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ ഈ ലാസ്റ്റിൽ പടിയിറങ്ങുന്നത്. ആ വിദ്യാലയത്തിലെ കുട്ടികളുമായിട്ടാണ് ഏവൂർ സംക്രമ വള്ളംകളി കാണാനായിട്ട് പോകുന്നത്. അതൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വർഷങ്ങൾ കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ പാഠപുസ്തകങ്ങളിലെ കുറേ കാര്യങ്ങൾ മറന്നുപോയാലും അനുഭവത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അവരിങ്ങനെ വളരെ തെളിച്ചമുള്ളവരാക്കി തീർക്കും. തീർച്ചയായിട്ടും. അപ്പോൾ സാറിൻ്റെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറ് പഠിപ്പിച്ചിരുന്നത് ഒരുപക്ഷെ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു വിദ്യാർത്ഥി എന്ന ആ ഒരു സ്കൂൾ ജീവിതം തുടങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറന്മാരെയാണെങ്കിലും ആ ഒരു അനുഭവങ്ങളാണെങ്കിലും നമ്മളിനി ഒരുപക്ഷെ നമ്മുടെ മരണത്തോടെ അല്ലാതെ അത് നശിക്കില്ല, നമ്മുടെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറേ ഓർമ്മകളിലൂടെ ഈ അധ്യാപകൻ G. കൃഷ്ണകുമാർ എന്ന അധ്യാപകൻ ഒരുപക്ഷെ ഒരുപാട് കുട്ടികളുടെ മനസ്സിലും ഒരുപാട് രക്ഷിതാക്കളുടെ മനസ്സിലും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് എനിക്കും വളരെ സന്തോഷം തോന്നുന്നു. കാരണം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ മുതുകുളം നിവാസികൾക്കൊക്കെ സാറ് സുപരിചിതനായിരിക്കും അല്ലേ? സാർ ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് എത്ര നാളായി? റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് 1.5 മാസമായതേ ഉള്ളൂ അല്ലേ? ശരിക്കും സാറിൻ്റെ ലൈഫിൽ ഒരുപക്ഷെ ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷകരമായി, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമായി പോയേനെ എന്ന് തോന്നിയൊരു അനുഭവമുണ്ട്.
തീർച്ചയായിട്ടും. അതായത് ഈ ഒരു അധ്യാപന ജീവിതം അത് തന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായി പോയത്. കാരണം ഒരുപാട് റോള് നമുക്ക് വഹിക്കാം. മറ്റേതൊരു മേഖലയെക്കാളും ഏതൊരു ഡിപ്പാർട്ട്മെന്റിലെ ആളിനേക്കാളും ഏറ്റവും കൂടുതൽ നന്നായി സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ പറ്റുന്ന വലിയൊരു മേഖലയാണ് അധ്യാപന മേഖല. ഉറപ്പായിട്ടും അത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഒരുപാട് പരിമിതികളുണ്ട് അവരുടെ ചിന്തയ്ക്കും ആശയത്തിനുമൊക്കെ അനുസരിച്ച് ചെയ്യാൻ. ഔദ്യോഗിക മേഖലയിലെ കാര്യങ്ങളിലൂടെ മാത്രമാണ് അവർ തിരിഞ്ഞു പോകുന്നത് തൻ്റെ ഫയലിലൂടെ. എന്നാൽ വിദ്യാലയത്തിലെന്ന് പറയുന്നത് അത്തരം ഫയലല്ല. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഫയലുകൾ. ആ ഫയലിലൂടെ പോകുന്നതിന് തീർച്ചയായിട്ടും അതിൻ്റെ മുൻപിലിരിക്കുന്ന അധ്യാപകന് ഒത്തിരി റോൾസ് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. വലിയ നഷ്ടമായി പോയതിന് അധ്യാപകനായിരുന്നില്ലെങ്കിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം സാറിൻ്റെ ഒരു കുട്ടിക്കാലത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ജോലി ലഭിക്കുക അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ പഠനം, ഇതൊക്കെ ചിലപ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ള സമയമായിരുന്നതാണ്. എന്തായിരുന്നു സാറിൻ്റെ കുട്ടിക്കാലത്തിലൂടെ? കുട്ടിക്കാലം പിന്നെ വളരെ ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളായിരുന്നു പറയാൻ. അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിരുന്ന ആൾക്കാരാണ്. വയലേലകളിൽ രാപ്പകലില്ലാതെ പണിയിരുന്ന ആളുകൾ. അവരോടൊപ്പം ഞാനും ജോലിക്ക് പോയിട്ടുണ്ട്. ആ ജോലിക്ക് പോകുന്നതൊക്കെ ഇപ്പോഴും ഭയങ്കര സന്തോഷത്തോടെ ഓർത്തിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാടത്തിൻ്റെ വയറുമ്പുകളിലൊക്കെ പിന്നെ കർഷക തൊഴിലാളികളുമായിട്ട്, സുഹൃത്തുക്കളായ കർഷക തൊഴിലാളികളുമായിട്ട് അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് പാടത്തിൻ്റെ വരമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കലുമൊക്കെ പാട്ടുപാടിയൊക്കെ കഴിക്കുക, അതൊക്കെ വലിയ നിമിഷങ്ങളാണ് സംഭാവന ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് വന്നപ്പോൾ സാറിനെ എത്രത്തോളം, ഇപ്പോൾ നമുക്കറിയാം ഒരു കുറച്ച് ബുദ്ധിമുട്ടേറിയ മേഖലയിലേക്ക് ജോലിക്ക് പോകുക എന്ന് പറയുമ്പോൾ പൊതുവെ വീട്ടുകാർക്കാണെങ്കിലും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടയോ, അത്രയും ദൂരം നടന്നൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാകില്ലേ? എങ്ങനെയായിരുന്നു സത്യത്തിൽ വീട്ടുകാരുടെ ആദ്യത്തെ പ്രതികരണം? വീട്ടുകാർക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം 18-19 കിലോമീറ്റർ വേണം നടന്ന് കാട്ടിലൂടെ ഇങ്ങനെ പോകാൻ. വന്യജീവികളുടെ കാര്യത്തിൽ, കാടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പരിചിതമായ വലയല്ലത്. അതുകൊണ്ട് അത്തരത്തിൽ രക്ഷിതാക്കൾക്ക് വളരെ വലിയ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ റിസ്ക് ആണെങ്കിലും അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് കഴിഞ്ഞു, സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായത്തോടെ. സാർ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇടമലക്കുടി കഴിഞ്ഞിട്ട് സാർ പിന്നെ എവിടെയായിരുന്നു? പിന്നെ ഏത് ട്രൈബൽസ് ഏരിയയിലായിരുന്നു വർക്ക്? ഇടമലക്കുടി കഴിഞ്ഞിട്ട് അടുത്തത് അടിമാലി എന്ന് പറയുന്ന പിന്നെ മുതുവാന്മാർ എന്ന് പറയുന്ന ട്രൈബ്സ് ആണ് അവിടെ ഉള്ളത്. അതും ഇതുപോലെ കാടിനുള്ളിൽ തന്നെയാണ്. അത് 5 കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നു പോകണം. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ അനുഭവം സാറിനുണ്ട്. ശരിക്കും സാറിൻ്റെ അനുഭവങ്ങളിൽ എനിക്ക് എടുത്തു ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. സാർ, ഇപ്പം സാറ് പറഞ്ഞു കാടിലൂടെ നടന്ന്, സാറ് പക്ഷേ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത് കേട്ടോ. കാടിലൂടെ ഇത്ര കിലോമീറ്റർ നടന്നു പോകുന്നു, അധ്യാപനമല്ലേ. പക്ഷേ കാട് എന്ന് പറയുന്ന ഒരു നിഗൂഢമാണ് അല്ലേ? ശരിക്കും കാടിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? കാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെറിയ കാടുകളൊക്കെ ഒരു കാവ് അങ്ങനെ ഓരോ കാവ് കണ്ടിട്ട് ഉള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാട്ടിലൂടെ ആദ്യമായി നടക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഒരു ഭയമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ പിന്നെ കാടിൻ്റെ ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത് അപകടരഹിതമാണെന്ന് തന്നെ വേണം പറയാൻ. കാരണം പിന്നെ കാട്ടിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാട്ടിലെ ചെറിയ ജീവിജാലങ്ങളുടെ ശബ്ദങ്ങളും ചീവീട് പോലെയുള്ള അതിൻ്റെ അത്യുച്ഛമായ സൗണ്ടും പിന്നെ ആനയുടെ വിളികളും ഒക്കെ കേട്ടുകൊണ്ടാണ് ഇങ്ങനെ വിദ്യാലയത്തിലേക്ക് പോവുക. പക്ഷെ ഒരിക്കലും എന്നെ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു അന്തരീക്ഷവും ആ കാലയളവിൽ ഉണ്ടായിട്ടില്ല. ശരിക്കും കാടിലൂടെ സാറ് ആസ്വദിച്ച് പോവുകയായിരുന്നു. എപ്പോഴെങ്കിലും ഒരു അപകടം മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഈ ഇത്രയും അധ്യാപന ജീവിതത്തിൽ ഇത്രയും ട്രൈബൽ ഏരിയസിൽ വർക്ക് ചെയ്തതിനിടയ്ക്ക് ഒരു വന്യജീവിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സാറ് എനിക്ക് തോന്നുന്നു കുറച്ചധിക സമയമായില്ല റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട്, ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. ശരിക്കും ഈ ട്രൈബൽസ് ഏരിയയിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ കുട്ടികളാണെന്നുണ്ടെങ്കിലും ശരിക്കും അവർക്ക് ഇനിയും എത്തിപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സാറിൻ്റെ ഒരു അനുഭവത്തിൽ?
ഇനിയും അവർക്ക് അത് വേണം, അല്ലെങ്കിൽ അവരിലേക്ക് അത് എത്തണമെന്ന് സാർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവരിപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 20 വർഷം 25 വർഷം കഴിഞ്ഞു. തിരികെ എനിക്കൊന്നുകൂടെ ആ പ്രദേശത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും പണ്ടത്തേതിൽ നിന്ന് ഒത്തിരി വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അവർ പഠിക്കാനായിട്ടൊക്കെ നന്നായി തുടങ്ങിയിരിക്കുന്നു. തിരികെ പോകാത്ത തരത്തിൽ സ്കൂളിൽ തന്നെ ഇരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ അവർ കുറേയേറെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ പുതിയ തലമുറയിലെ അധ്യാപകരാണ് ആ റോൾ കൈകാര്യം ചെയ്യേണ്ടത്. പുതിയ തലമുറയിലെ അധ്യാപകർ ആദ്യമായ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോൾ, ഇത്തരം സ്ഥലങ്ങളിൽ കിട്ടുമ്പോൾ സർവാത്മന അവരോട് ചേർന്ന് നിൽക്കാനും അവർക്കൊരു വീഴ്ചയും എന്നിൽ നിന്നുണ്ടാവരുത് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ, ഒരു സമർപ്പണത്തോടെ പോയാൽ ഒരു ജനതതി, ഒരു ജനവിഭാഗം മുന്നോട്ട് വരികയുള്ളൂ. സാർ ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇവർക്ക് ഒരുപക്ഷെ നല്ല വസ്ത്രധാരിയായി ചെല്ലുന്ന ഒരു വ്യക്തിയെ അവർക്ക് ഭയമായിരിക്കും ഉള്ളിൽ. പക്ഷെ ആ ഒരു ഭയത്തെ മാറ്റി അവരോടൊപ്പം പതുക്കെ 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 അല്ലേ ചേർന്ന് അവരെ കൂടി ചേർത്ത് നിർത്തിയാൽ മാത്രമേ ഒരുപക്ഷെ അവരെയും നമ്മുടെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക്, അതും ഒരുപക്ഷെ നല്ലൊരു പൊസിഷനുള്ളൊരു ജോലിയിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. സാറിൻ്റെ അധ്യാപന ജീവിതത്തിൽ സാറിന് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയൊരു നിമിഷം ഏതാണ്? ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ നിമിഷം, ഒരു അധ്യാപകൻ എന്നുള്ള തരത്തിൽ ഞാൻ വിശ്വസിക്കപ്പെടുന്നത്, അധ്യാപകൻ തൻ്റെ ജന്മദേശത്തിലെ അധ്യാപകൻ, തൻ്റെ വിദ്യാലയത്തിലെ ക്ലാസ് റൂമിലെ അധ്യാപകൻ, അതായത് വിദ്യാലയത്തിലെ അധ്യാപകൻ, താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയിലെ അധ്യാപകൻ, ഈ 3 സ്ഥലങ്ങൾ എന്നെ സംബന്ധിച്ച് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. വിദ്യാലയത്തിലെ അധ്യാപകൻ അങ്ങനെ, താൻ ജനിച്ച നാട്ടിലെ അധ്യാപകൻ അങ്ങനെ, താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ അതേത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലും ആയിക്കോട്ടെ, ആ സംഘടനയിലെ അധ്യാപകൻ, ഈ 3 സെക്ഷൻ ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സന്തോഷം പകരുന്ന രീതിയിൽ. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മറക്കാനൊക്കാത്ത അനുഭവം എന്ന് പറയുന്നത്, ഞാൻ 2012 രൂപീകരിച്ച എൻ്റെ ജന്മദേശത്ത് ഗുരുകുലം കലാസാംസ്കാരിക വിദ്യാകേന്ദ്രമുണ്ട്. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ ഉണ്ടായൊരു വലിയ കാര്യം, മനുഷ്യൻ ഭക്ഷണത്തിന് വിഷമിക്കുന്നില്ല കൂടുതൽ. മിണ്ടാൻ ആളില്ലാത്ത ഒരു വിഭാഗമുണ്ട്. തനിയെ കഴിയുന്ന പ്രായമുള്ള അച്ഛനൊറ്റയ്ക്ക്, പ്രായമുള്ള അമ്മമ്മ ഒറ്റയ്ക്ക് കഴിയുന്ന വീടുകളുണ്ട്. മിണ്ടാൻ ഒരു ദിവസം മിണ്ടിയിട്ടില്ലാത്ത ആൾക്കാരുണ്ട്. അത്തരം ഭവനങ്ങൾ കണ്ടെത്തി അവരുടെ അരികിലേക്ക് കുട്ടികളുമായി പോകുന്നൊരു വലിയ ഒരു സംഭവമുണ്ട്. അതിൻ്റെ പേര് മിണ്ടാട്ടം തന്നെയാണ്. മിണ്ടാട്ടം. കുട്ടികളിങ്ങനെ, നാട്ടിലുള്ള കുറച്ച് കുട്ടികൾ ഈ വീട്ടിലേക്ക് പോകുന്നു, അവിടെ കുറച്ചു നേരം സമയം ചിലവഴിക്കുന്നു, അവരോട് സൊറ പറയുന്നു, അവരുടെ വിഷമവും സന്തോഷവും എല്ലാം പങ്കിടുന്നു. അതിനുശേഷം അവർക്കൊരു ചെറിയ സഹായവും ഒക്കെ കൊടുത്ത് സന്തോഷത്തോടെ മിണ്ടാട്ടം എന്ന് പറയുന്ന, അവർ ചിരിച്ചുകൊണ്ട് അവരുടെ സന്തോഷങ്ങൾ പങ്കിടും. കുട്ടികൾ അവരോട്, അവിടെ ഇരിക്കുന്ന കുട്ടികൾ അവരോടൊപ്പം ചിരിക്കും. അവർ സങ്കടം വരുന്ന കാര്യങ്ങൾ പറയും, കുട്ടിയും കണ്ണ് നനഞ്ഞുകൊണ്ട് അവരോടൊപ്പം ചേരും. സമൂഹത്തിലെ ദയനീയമായ ഒരവസ്ഥ നേരിട്ട് ഒപ്പിയെടുക്കാൻ വേണ്ടി, കുട്ടികൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, പാഠപുസ്തകത്തിനും പ്രസംഗങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് ഒരു ചെറിയ വരി ഇങ്ങനെ യാത്ര പോവും. സൈക്കിളിൽ കുട്ടികളിങ്ങനെ പോവും. അപ്പോൾ അയൽക്കാരൊക്കെ ചിക്കയോടെ പോവാൻ മക്കളെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, അങ്ങനെ അപ്പൂപ്പനെ കാണാൻ പോവാ, അമ്മൂമ്മയെ കാണാൻ, എന്താ വിശേഷം? ഒന്നുമില്ല, ഞങ്ങൾ ഇച്ചിരി സംസാരിക്കാൻ പോവാന്ന് പറയും. അങ്ങനെ ക്രിസ്മസിനാണെങ്കിൽ ക്രിസ്മസ് സ്റ്റാറൊക്കെ കെട്ടി തൂക്കി അവിടെ ഇട്ട് ഒരു പാട്ടുമൊക്കെ പാടിക്കൊടുത്ത് അവരോടൊപ്പം ചേർന്ന്, ഓണത്തിനാണെങ്കിൽ ഒരു ചെറിയ 2 കൈക്കുമ്പോൾ പൂക്കളുമായി പോവും. ആ വീട്ടിൽ ആദ്യമായിട്ടായിരിക്കും പൂക്കളം ഇടുന്നത്. അത് കാണുമ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞിരിക്കും. ആ മിണ്ടാട്ടം എന്ന് പറയുന്ന പരിപാടിയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് മറക്കാൻ പറ്റാത്തൊരാണ്. ഒരു പക്ഷേ സാർ ഇത് പറയുമ്പോൾ തന്നെ ശരിക്കും ഞാൻ എൻ്റെ മനസ്സിലൂടെ ആ കാഴ്ച ഇങ്ങനെ ഒപ്പിയെടുക്കായിരുന്നു. അതിലൂടെ കുട്ടികൾ പഠിക്കുന്നത് ശരിക്കും ഒരു നല്ല സംസ്കാരം കൂടിയാണ് അല്ലേ? തീർച്ചയായും. കാരണം ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്നതിലുപരി ഒരുപക്ഷെ വീട്ടിൽ ചെന്നാലും ആ കുട്ടി പ്രവർത്തിക്കുന്നതും, നാളൊരു സമയത്ത് അവൻ വളർന്നു വന്ന് സമൂഹത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നതും ഒരുപക്ഷെ ഈ കാര്യങ്ങളായിരിക്കും. അതിൽ ശരിക്കും ഇനിഷ്യേറ്റീവ് എടുത്ത് അതിന് പിന്തുണ നൽകി ഒരുപക്ഷെ ആ ഒരു പ്രവർത്തനം ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാറിനെ ഞാൻ എനിക്ക് ശരിക്കും ഹാറ്റ്സ് ഓഫ് പറയുന്നു. ഉറപ്പായിട്ടും ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ സാർ, ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് സ്വകാര്യതയിലേക്ക് വരികയാണെങ്കിൽ വീടിനെ കുറിച്ച് ഒന്ന് പറയാമോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, എന്നെ സഹധർമ്മിണി ഫാർമസിസ്റ്റാണ്.
മൂത്ത മകൾ ഹൈലി ജനറ്റിക് പ്രോബ്ലം ഉള്ള ആളാണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന അസുഖമുള്ള ആളാണ്. പേശി സംബന്ധിച്ച അസുഖമാണ്. പഠിക്കാൻ മിടുക്കുകയാണ് അവളിപ്പോൾ BCom ഫിനാൻസ് പാസ്സായി കഴിഞ്ഞു. അപ്പോൾ സിവിൽ സർവീസിൻ്റെ ഓൺലൈൻ കോച്ചിങ്ങിൽ ഇങ്ങനെ പോകുന്നു. മൂത്ത മകളുടെ പേര് ഗൗതമി CS, ഇളയ മകളുടെ പേര് കൃഷ്ണഗാഥ. അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം, സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട് സാർ. കാരണം ഒരു പക്ഷേ ഒരു അധ്യാപനം എന്ന് പറയുന്നത് ജോലി മാത്രമായിട്ട് കാണാതെ ഒരുപാട് ജനങ്ങളിലേക്ക്, ഒരുപാട് കുട്ടികളിലേക്ക്, ഒരുപാട് എന്താ പറയുക, ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ച് അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ തക്ക വിധം സാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ഭാവിയിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു നല്ല നിമിഷം ഒരുപക്ഷെ ഞങ്ങൾ ചേതനായപ്പം 90.8 എത്തിയതിനും ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് കാര്യങ്ങളിലൂടെ പോകാൻ കഴിഞ്ഞതിനും വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അധ്യാപനമായാലും എന്തോ ആയാലും സമൂഹത്തിൽ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് കഴിയാൻ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് ഏറ്റവും ദയനീയമായി കഴിയുന്ന, നിരാലംബരായി കഴിയുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ടുള്ളൊരു മനസ്സെപ്പോഴെങ്കിലുമൊക്കെ കാണിക്കുക. സ്വന്തം സന്തോഷാവസരങ്ങളിൽ ആദ്യം കാണേണ്ടത് വിഷമം അനുഭവിക്കുന്നവരെ ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വരുമ്പോൾ മറ്റൊരാളിൻ്റെ വിഷമാവസ്ഥയിലിരിക്കുന്നവരുടെ അരികിലേക്ക് പോകുമ്പോഴാണ് ആ സന്തോഷത്തിന് കൂടുതൽ ആക്കമുണ്ടാവുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവുന്നത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മുടെ ഒരുപാട് കുട്ടികൾ ഒരുപക്ഷെ സാറ് പഠിപ്പിച്ചിരുന്ന ആ ഒരു 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള നമുക്കൊരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ മനോഹരമായൊരു കാലഘട്ടമാണ് ശരിക്കും ആ ഒരു കുഞ്ഞു കാലഘട്ടം. ആ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളും ചിലപ്പോൾ നമ്മുടെ പരിപാടി കേൾക്കുന്നുണ്ടായിരുന്നു. ഈ മക്കളോടൊക്കെ എന്താണ് സാറിന് പറയാനുള്ളത്? കുഞ്ഞുങ്ങൾ അവർ ആദ്യമായി കാണുന്ന അച്ഛനമ്മ, തൻ്റെ അയൽക്കാർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ശത്രുവില്ലാതെ, ജീവിതത്തിൽ ഒരു ശത്രുവിനെയും സമ്പാദിക്കാതെ എല്ലാവരെയും മിത്രങ്ങളാക്കി എല്ലാവരെയും സ്നേഹിതരായി കാണാനായിട്ടുള്ള ഒരു വലിയ മനസ്സാണ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാവേണ്ടത്. അവരുടെ ഡിക്ഷണറിയിൽ ശത്രുവെന്ന അല്ലെങ്കിൽ പിണക്കമെന്നൊരു വാക്കില്ലാതെ ഇണക്കത്തിന് മാത്രം പിന്നെ പേര് കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയാനുള്ള കുട്ടികളായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. പിന്നീട് ഒരു കാര്യം കൂടി, കുഞ്ഞ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾ പ്രൈമറിയിലും UP ക്ലാസ്സുകളിലുമാണെന്നാണ് അറിയുന്നത്. അത് ഒരുപാട് തരത്തിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ, കാഴ്ചയുടെ പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഉപകരണത്തെ വളരെ സങ്കീർണമായ രീതിയിലേക്ക് ഉപയോഗിച്ച് പോകുമ്പോൾ അതിൽ നിന്ന് അല്പം കൂടി പുറകോട്ട് പോകണം കുട്ടികൾ. അതേ ഉള്ളൂ പറയാൻ. ഒരുപാട് സന്തോഷമുണ്ട് സാർ. ഈ പറഞ്ഞ പോലെ തന്നെ മാതാപിതാ ഗുരു ദൈവം, മാതാവും പിതാവും കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥാനം കൊടുക്കേണ്ടത് നമ്മുടെ ഗുരുവിനെ തന്നെയാണ്. അവർ നമുക്ക് പകർന്നു തരുന്ന പാഠങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും നമുക്ക് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട അങ്ങനെയുള്ള വാക്കുകളായിരിക്കും ചിലപ്പോൾ അവർ നമ്മളിലേക്ക് പകർന്നു തരുന്നത്. ഓരോ അധ്യാപകനെയും ബഹുമാനിക്കുക, ഓരോ അധ്യാപകനും പകർന്നു നൽകുന്നത് ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കുക. ഒരുപക്ഷെ കൃഷ്ണകുമാർ സാറിനെ പോലുള്ള വ്യക്തികൾ ഇനിയും ഒരുപാട് അധ്യാപകർ ഒരു ജോലി എന്നതിലുപരി തൻ്റെ ഒരു കുടുംബമായി കണ്ട് കുട്ടികളെ സ്നേഹിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഒപ്പം തൻ്റെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് ഓർമ്മകൾ സമ്പാദിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്താണ് ഈ ഒരു സീറ്റിൽ അദ്ദേഹം നമ്മളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ എത്തിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ താങ്ക് യു സോ മച്ച്. താങ്ക്സ്. ഓക്കെ.